ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടാണ് പോകുന്നത്. ലോകപ്രശസ്തയായ ഒരു സംഗീത ചേച്ചിയുടെ അടിപൊളി കരച്ചിലാണ്. ആ കറിയുന്ന ലോകപ്രശസ്തയായ സംഗീത ചേച്ചിയുടെ അത് വേറെ ആരുമല്ല, നമ്മളെ ബംഗർ ചേച്ചിയില്ലേ, ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് നമ്മളെ നെതന്യാവിന് വേണ്ടി അടിമപ്പണി എടുക്കുന്ന കൂലിപ്പണി എടുക്കുന്ന നമ്മുടെ അഖില ചേച്ചി. ആ അഖില ചേച്ചിയുടെ കരച്ചിലാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആ ബംഗർ ചേച്ചിക്കുണ്ടല്ല നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചെന്ന് കേട്ടപ്പോ തൊട്ടിട്ടുണ്ടല്ല നട്ടപ്പിരാന്തായിട്ടുള്ളത്. നമുക്ക് എന്താണ് നമ്മളെ ബംഗർ ചേച്ചി നട്ടപ്പിരാന്തായിട്ട് കരയുന്ന ആ മനോഹരമായ കരച്ചിലൊന്ന് കേട്ടിട്ട് വരാം. നമസ്തേ, അഖിലയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ളത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ചരിത്രം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ രാജിവെച്ച് ഇറങ്ങിപ്പോയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വാസ്തവമാണ്. മൂപ്പറ് രാജിവെച്ച് ഇറങ്ങിപ്പോയതല്ല എന്റെ ബംഗർ ചേച്ചി. വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ടല്ല, മൂപ്പറിയുണ്ടല്ല നാണം കെടുത്തി കണ്ണം വഴി ഓടിച്ചതാണ്. അത് ചേച്ചി അതൊന്നും മനസ്സിലാക്ക്. പിന്നെ ബംഗർ ചേച്ചി വേറൊരു കോമഡി കൂടി പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പരിപാടി നിങ്ങൾ BJPക്ക് ഇല്ലെന്ന്. എന്നിട്ടാണോ ബംഗർ ചേച്ചി 2 പ്രാവശ്യം ഉണ്ടല്ല ചോദ്യപേപ്പർ ചോർന്നിട്ടും ഈ ചങ്ങായിന വിദ്യാഭ്യാസ മന്ത്രി എന്ന കഴിവില്ലാത്ത ഈ ചങ്ങായിന കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇരുന്നത്. ഇതിപ്പോ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ച് എന്തുകൊണ്ടാണെന്നറിയാം? ആ വിദ്യാർത്ഥി സമരം മൂലമുണ്ടല്ല നിങ്ങളെ BJP സർക്കാർ, നിങ്ങളെ സർക്കാർ തന്നെ വീഴുന്ന് നിങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ആ പേടിയുള്ളത് കൊണ്ട് നിങ്ങളുണ്ടല്ല നൈസായിട്ട് വിദ്യാഭ്യാസ മന്ത്രിനെ നൈസായിട്ട് അങ്ങ് രാജിവെപ്പിച്ച്. അങ്ങനെ പേടിച്ച് തൂറിയതിന് അധികം ഡെക്കറേഷൻ ഒന്നുമില്ല ബംഗർ ചേച്ചി കൊടുക്കണ്ടേട്ടാ. നമുക്ക് ചേച്ചിയുടെ നെക്സ്റ്റ് അടിപൊളി കരച്ചിലും കൂടി കേൾക്കാം. ഈ അഭിജിത്ത് എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ അവനുണ്ടല്ലോ തീവ്രവാദി, അവൻ ഈ കുറച്ചു മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ സ്വസ്ഥമായി പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെന്ന്. എന്റെ ബംഗർ ചേച്ചി, അഭിജിത്ത് തീവ്രവാദിയാണെങ്കിൽ നിങ്ങളെ BJP കണ്ടല്ല, നിങ്ങളെ ജയിക്കണ്ടല്ല, ഈ രാജ്യം ഭരിക്കാൻ പറ്റില്ല ഒരവകാശവും ഇല്ല. കാരണം നിങ്ങൾ BJP ടീം ഉണ്ടല്ല, തീവ്രവാദി എന്ന് വിളിച്ച ആ ചങ്ങായിനാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ചർച്ചയ്ക്ക് വിളിക്കുക മാത്രമാണോ? അവന്റെ മുന്നിൽ നിങ്ങളിടല ആകെ പരാജയപ്പെട്ട്. അപ്പൊ ഒരു തീവ്രവാദിന്റെ മുന്നിൽ പരാജയപ്പെട്ട നിങ്ങളെ BJPക്ക് നിങ്ങളെ ജയിക്കും ഈ രാജ്യം ഭരിക്കാൻ പറ്റില്ല എന്ത് അവകാശമുള്ളത്? അപ്പൊ ബംഗർ ചേച്ചി പറഞ്ഞു വരുന്നത് ചേച്ചിയുടെ BJP ഉണ്ടല്ല, ചേച്ചിയുടെ ജി ഉണ്ടല്ല, ഒരു കഴിവില്ലാതെ ഒരു തീവ്രവാദിയുടെ മുന്നിൽ ആകെ പരാജയപ്പെട്ടതാണോ? എന്റെ ബംഗർ ചേച്ചിയെ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ല വിദ്യാഭ്യാസവും വിവരമുള്ള വിദ്യാർത്ഥികളുണ്ടല്ല, അവരെ കാണുമ്പോഴല്ല തീവ്രവാദിയായിട്ട് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾക്കുണ്ടല്ല വിദ്യാഭ്യാസവും വിവരവും ഉണ്ടല്ല, ഈ രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിനി വിദ്യാഭ്യാസവും വിവരമില്ലാത്ത ബംഗർ ചേച്ചിയുടെ അടുത്ത മനോഹരമായ കരച്ചിലും കൂടി കേട്ടിട്ട് വരാം. പറയുന്ന കേട്ടത്തൊന്നും അവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന്. ബർഗറും പിzzയും കഴിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ തലയിൽ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് നീ നടത്തിയ നാടകം വിജയകരമായി പരിസമാപ്തിയിലെത്തിയെന്ന് നിനക്ക് തോന്നിയെങ്കിൽ തെറ്റി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മന്ത്രി ഇന്ന് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നാളെ സൂര്യോദയം കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലെ തന്നെ മറ്റൊരു മന്ത്രിയുമായിട്ടായിരിക്കും. അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് പൊട്ടം പോയിട്ട് മരപ്പൊട്ടം വരുന്നാണോ? എന്റെ ചേച്ചി തന്നെ ചേച്ചിയുടെ BJPന്റെ മന്ത്രിമാരാ ഇങ്ങനെ അതിശയിപ്പിക്കാൻ പാടുണ്ടോ? പിന്നെ ബംഗർ ചേച്ചിക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ല, മൂപ്പർ ഒരു മന്ത്രി മാത്രമല്ല കേട്ടാ. മൂപ്പറുണ്ടല്ല RSSന്റെ മെയിൻ നേതാവാണ്. RSSന്റെ നാടീനരമുണ്ടല്ല മൂപ്പറായിരുന്നു. എന്തിനാ നിങ്ങളെ നരേന്ദ്രമോദിയെയും അമിത്ഷാനെ ഇഷ്ടപ്പെടുന്നതിനെയും കാട്ടിയുണ്ടല്ല RSSകാർക്ക് ആ ചങ്ങായിന് ഇഷ്ടമായിരുന്നു. ആ ധർമ്മേന്ദ്ര പ്രധാന രാജിവെപ്പിച്ചിട്ട് കണ്ടവഴി ഓടിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സംഗീത ചേച്ചി ഇനി അങ്ങോട്ടുണ്ടല്ല നിങ്ങൾ സംഘികൾ കുറെ വേർക്കും, നല്ലോണം വേർക്കും. പിന്നെ ബംഗർ ചേച്ചിയുടെ വർത്താനം കേട്ടതൊന്നും വിദ്യാർത്ഥികൾ സമരത്തിൽ വന്നത് ബർഗറും പിസയും കഴിക്കാനാണെന്ന് അത് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ല. ചേച്ചിയുടെ പാർട്ടിയിലെ ആൾക്കാരല്ലേ, അവരെ കണ്ടുപിടിച്ചിട്ടാണ്. കുറച്ചു കാലം മുന്നേ തിരുവനന്തപുരത്ത് നിങ്ങളെ കുലസ്ത്രീ സംഘടനകളുണ്ടല്ല ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിന് കുലസ്ത്രീകൾ എന്തിനാ വന്നതെന്നറിയാം? ഹാഫ് ചിക്കൻ ബിരിയാണി കിട്ടുന്ന വെച്ചിട്ടാണ് ആ സമരത്തിന് നിങ്ങളെ കുലസ്ത്രീ സംഘടനകൾ വന്നത്. ആ വിവരം വെച്ചിട്ട് ചേച്ചിയുണ്ടല്ല എല്ലാരും ഭക്ഷണത്തിന് നക്കി മൂഞ്ചാൻ വരുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങൾ സംഘികളെ പോലെ തീറ്റ എന്നുള്ള വിചാരമല്ല എല്ലാവർക്കും കേട്ടാ. നമുക്ക് സംഘടന ചേച്ചിയുടെ അടുത്ത മനോഹരമായ കരച്ചിലും കൂടി കേൾക്കാം. ഒരു RSSകാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? രാഷ്ട്രീയ സ്വയം സേവകൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്നറിയാമോ? സ്വയം സേവിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അത് ഇത്രയും സമയം ചേച്ചി പറഞ്ഞതിൽ ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. RSS എന്നാൽ സ്വയം സേവിക്കുന്നവരാണ്. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അയോധ്യ ക്ഷേത്രത്തിലുണ്ടല്ല സ്വർണം കെട്ടി സ്വയം സേവകരുണ്ടല്ല നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അത് 1-2 രൂപയൊന്നല്ല സ്വയം സേവിച്ചത്, കോടിക്കണക്കിന് രൂപ ഭക്തർ കൊണ്ടിട്ട കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ സ്വയം സേവകരുണ്ടല്ല സ്വയമായിട്ട് സേവിച്ചത്. അതും പറഞ്ഞിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന പൈസയിടല്ല അതും കട്ടുമുക്കി നക്കിയ സ്വയം സേവകരെ കുറിച്ചിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചിയുടെ സ്വയം സേവകരെ കുറിച്ച് പറഞ്ഞതാണ് ഈ അടുത്ത കാലത്ത് ചേച്ചി പറഞ്ഞ ഏറ്റവും വലിയ സത്യം. കട്ടിട്ട് കിട്ടുന്ന കാശുണ്ടല്ല ആർക്കും കൊടുക്കാതെ സ്വയം സേവകരാണ് ചേച്ചി പറഞ്ഞ സ്വയം സേവകര്. നമുക്കിനി ബംഗർ ചേച്ചിയുടെ അടുത്ത കുരുപൊട്ടലും കൂടി കേൾക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മം ഉയർത്തി കാണിച്ചുകൊണ്ട് നട്ടെല്ല് പണയം വെക്കാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. നാളെ അദ്ദേഹത്തെ ചരിത്രമോർക്കുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാത്ത നട്ടെല്ലുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ടായിരുന്നു എന്നതിലായിരിക്കും.
ബംഗർ ചേച്ചി ഇപ്പം പറഞ്ഞതിലുണ്ടല്ല ചെറിയൊരു തിരുത്തുണ്ട്. നൈസായിട്ട് ഒളിച്ചോടാൻ നോക്കിയപ്പം വിദ്യാർത്ഥികൾ പിടിച്ചിട്ട് കണ്ട വഴി ഓടിച്ച നട്ടലില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന ലെവലായിരിക്കും മൂപ്പറുണ്ടല്ല. മൂപ്പർ ജനങ്ങൾ ഇനി ഓർക്കുക. പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞു, മൂപ്പറുണ്ടല്ല കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. അത് ചേച്ചി പറഞ്ഞതുണ്ടല്ല ഏറെക്കുറെ കറക്റ്റ് ആണ്. മൂപ്പറുടെ പെൺകുട്ടി ഉണ്ടല്ല വിദേശത്താണ് അടിപൊളിയായിട്ട് പഠിക്കുന്നത്. അതായത് ഇന്ത്യയിലെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയല്ലെങ്കിലും മൂപ്പറുണ്ടല്ല മൂപ്പറ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്തായാലും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട കുട്ടികളുണ്ടല്ല അവർ ആത്മഹത്യ ചെയ്താലൊന്നും മൂപ്പർക്ക് യാതൊരു പ്രശ്നമില്ല. മൂപ്പറുടെ മക്കളുണ്ടല്ല അത് സേഫ് ആക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബംഗർ ചേച്ചി പറഞ്ഞ ആ കാര്യം ഉണ്ടല്ല ആ കാര്യം വളരെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് നമ്മളെ ബംഗർ ചേച്ചി ഉണ്ടല്ല അടുത്തതായിട്ട് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. ആ കണ്ടുപിടുത്തങ്ങൾ കൂടി കണ്ടാലോ? വാ. ഇനി ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന സമയത്ത് വളരെ വിജയകരമായിട്ട് തന്നെ ഇന്ത്യ ആ പ്രശ്നം പരിഹരിച്ചു തീർത്തു എന്ന് കണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി കൈയടിച്ചപ്പോൾ ഇവൻ അങ്ങ് അമേരിക്കയിലിരുന്ന് ഒരു ട്വീറ്റ് ചെയ്തു, എന്തിനാണ് ഇത്ര വേഗം ഈ പ്രശ്നം പരിഹരിച്ചത്, ഇന്ത്യയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടെന്ന്. പണ്ട് ബംഗാളിൽ ജൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേരളത്തിലും ജൻസി കലാപം പുറപ്പെടട്ടെ എന്ന് പബ്ലിക്കായിട്ട് ആക്രോശിച്ചുകൊണ്ട് അവൻ ട്വീറ്റ് ചെയ്തു. അപ്പം ഇവൻ രാജ്യ തീവ്രവാദിയല്ലേ? എന്റെ ബംഗർ ചേച്ചി, നിങ്ങൾ ആ ബംഗറിൽ നിന്നിട്ട് ആകെ കാണുന്നുണ്ടല്ല ഒന്ന് വിസർജന ടി വി, പിന്നീടല്ല കർമ്മ ന്യൂസ്, അത് കഴിഞ്ഞാൽ നിങ്ങളെ സംഘികളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ല അതിൽ വരുന്ന പച്ചക്കള്ളങ്ങൾ, ആ പച്ചക്കള്ളങ്ങൾ വിശ്വസിച്ചിട്ടാണ് എന്റെ ബംഗർ ചേച്ചി ഉണ്ടല്ല ഓരോ ദിവസം കഴിയുന്നതിനുണ്ടല്ല മന്ദബുദ്ധി ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ബംഗർ ചേച്ചി ഉണ്ടല്ല ഇനി അങ്ങോട്ടെങ്കിലും സത്യങ്ങൾ പറയുന്നതും വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പറയുന്നില്ലേ ആ കാര്യങ്ങൾ മാത്രം കേൾക്കുക. ചേച്ചിക്ക് സത്യങ്ങളും വിവരവും ബുദ്ധിയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം. സാധാരണയായി ബംഗർ ചേച്ചിക്ക് പച്ചക്കള്ളം പറയാനും പച്ചക്കള്ളം കേൾക്കാനാണല്ലോ നല്ല താല്പര്യം. അതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും ബംഗർ ചേച്ചി ഉണ്ടല്ല ഒന്ന് ശ്രമിച്ചു നോക്ക്. നമുക്കിനി ബംഗർ ചേച്ചിയുടെ ലാസ്റ്റത്തെ മനോഹരമായ ഒരു കരച്ചിലുണ്ട്, ആ കരച്ചിലും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. വാ. ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും മുൻനിർത്തുന്ന ആശയം എന്താണെന്നറിയാമോ? ഏകതാ മനോഭാവം. ഈ ഏകതാ മനോഭാവം എന്താണെന്ന് നിനക്കറിയാമോ? എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള മനോഭാവം, ദേശീയതയെ മുൻനിർത്തുന്നതാണ് ഈ ഏകതാ മനോഭാവം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളിൽ ഇനി എത്രയൊക്കെ വിഷം കുത്തിവെച്ചാലും നാളെ അവർക്ക് തിരിച്ചറിവുണ്ടാകും, അവർ തിരിച്ചു വരും. ഇപ്പോൾ അവർ കുട്ടികളാണ്, കുറച്ചു കഴിഞ്ഞ് ആ തിരിച്ചറിവ് വെച്ച് നമ്മുടെ കുട്ടികൾ നമ്മളിലേക്ക് തന്നെ വരും. കാരണം യുവതലമുറ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അവരെ എക്കാലവും കബളിപ്പിക്കാമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. ആ ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ നിനക്ക് എന്തോ കൈപ്പേറിയ അനുഭവം സമ്മാനിച്ചു എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ ദേശീയതയ്ക്കെതിരാണ്, വർഗീയവാദിയാണ്, തീവ്രവാദിയാണെന്ന് തന്നെ പച്ചയ്ക്ക് പറയാം. നിന്റെ പാറ്റ പാർട്ടിയായ കൂറ പാർട്ടിയായ CJP കോക്രോച്ച് ജനതാ പാർട്ടിയിൽ നിന്ന് 2 ഖലിസ്ഥാനികളെയാണ് പിടികൂടിയത്. 2 ഖലിസ്ഥാനികളെ ആ വിദ്യാർത്ഥിയുടെ ഇടയിൽ നിന്ന് പിടികൂടിന്ന് പച്ചക്കള്ളം പറഞ്ഞ ബംഗർ ചേച്ചിയോട് ഞാനൊരു സത്യം പറയട്ടെ. ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാൻ ചാരമായിട്ട് പിടിച്ചവർ മൊത്തം സംഘികളായിരുന്നു, ചാണക സംഘികൾ. അതുകൊണ്ട് തൽക്കാലം ബംഗർ ചേച്ചി ഉണ്ടല്ല സംഘിയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഇടുന്ന പച്ചക്കള്ളം ഉണ്ടല്ല ആ പച്ചക്കള്ളം അധികം അടിക്കാൻ നിൽക്കണ്ട. പിന്നെ ചേച്ചി ഉണ്ടല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു, വിദ്യാർത്ഥികൾ എല്ലാ സത്യവും മനസ്സിലാക്കുന്നുണ്ടെന്ന്. അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ല വളരെ കറക്റ്റ് ആണ്. വിദ്യാർത്ഥികൾ എല്ലാ സത്യവും മനസ്സിലാക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അസാമിലെ BJP മന്ത്രിയുടെ മകളുണ്ടല്ല, ആ മകളടക്കം ഈ വിദ്യാർത്ഥി സമരത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. അവര് മാത്രമാണോ? എത്ര ബിജെപിക്കാരുടെ മക്കളും BJPക്കാരായവരുണ്ടല്ല ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെ BJP വിശ്വസിച്ച വിദ്യാർത്ഥികൾ അടക്കമില്ല, നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്റെ സംഗീണി ചേച്ചിയെ. അതുകൊണ്ട് അടുത്ത ഇലക്ഷന് ജയിക്കാൻ വേണ്ടി നിങ്ങളുണ്ടല്ല ചെറിയ തട്ടിപ്പ് നടത്തിയാൽ പോരട്ടാ, വൻ തട്ടിപ്പ് നടത്തേണ്ടി വരും. അതായത് നല്ലോണം വേർക്കേണ്ടി വരും അടുത്ത പ്രാവശ്യം വിജയിക്കണമെങ്കിൽ. വേറൊന്നും ചെയ്തില്ലെങ്കിലും ആ തട്ടിപ്പ്, അങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പണി തുടങ്ങുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ബംഗർ ചേച്ചിയോട് ഞാൻ ഒരു കാര്യം കൂടി പറട്ടെ, നിങ്ങളെ BJPക്കാരാ, നിങ്ങളെ സംഘികൾ എതിർക്കുന്നവരെ മൊത്തമുള്ള തീവ്രവാദികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീയും നിന്റെ വീട്ടിലുള്ളവരുണ്ടല്ല അവരാണ് തീവ്രവാദികളെന്ന് നമ്മൾ തിരിച്ചും പറയൂ. അപ്പോഴെന്തായാലും ഇസ്രായേലിലെ ബംഗറിൽ ഇരുന്നുകൊണ്ട് സംഖ്യക്കും ക്രിസംഖ്യക്കും വേണ്ടി പൊട്ടിക്കറിയുന്ന നമ്മളെ ബംഗർ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്നൊരു നല്ല സുലാൻ.